പ്രശ്നം ഉണ്ടാകില്ല. ഈ CPM വിട്ടുവരുന്ന നേതാക്കൾക്ക് ഇത്ര വലിയ സ്വീകാര്യത കൊടുക്കുന്നത് മറ്റ് പ്രവർത്തകരെ അസ്വസ്ഥരാക്കില്ലേ? അല്ല, നിങ്ങൾക്ക് എന്തിനാ അത്ര അസ്വസ്ഥത? കോൺഗ്രസ് വിട്ട് എത്ര പേര് CPM-ൽ പണ്ട് ചേർന്നു ഞങ്ങളുടെ ഭരണം പോയപ്പോൾ ഇല്ലേ? അവർക്കെല്ലാം എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത്? എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത്? ഞാൻ അവരൊക്കെ പേര് പറയണ്ടല്ലോ. എന്തെല്ലാം സാധനങ്ങൾ കോൺഗ്രസ് വിട്ട് CPM ചേർന്ന ഒരു മുതിർന്ന നേതാക്കളല്ല, രണ്ടാം നിരയിലും മൂന്നാം നിരയിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഈ ഭരണത്തിൽ തന്നെ പങ്കാളിത്തം കൊടുത്തല്ലോ. കോൺഗ്രസ് വിട്ടുപോയവർക്കെതിരെ കോൺഗ്രസിൽ ആരെങ്കിലും ചേരുമ്പോൾ എന്തിനാ ഇത്ര അസ്വസ്ഥത? അല്ലല്ല, ഞങ്ങള് CPM വിട്ട് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ വരണ്ടെന്ന് പറയണം. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ കോഴിക്കോട് അതേ തന്നെയാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചിരിക്കുന്നത്. അതിൽ അങ്ങേക്ക് ഇത് ഒന്നും രണ്ട് സംഭവങ്ങളല്ലെന്നേ. സംസ്ഥാനത്തുടനീളം ഞാൻ പറയില്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിനോദിനിക്കുണ്ടായ സംഭവം തൊട്ട് നിരവധി സംഭവങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ അല്ലേ, വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ സംഭവങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി. കൈരളിക്കാര് റിപ്പോർട്ടർമാർ പോയി പങ്കെടുക്കുക അതിൻ്റെ അകത്ത്. കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാർ. കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും DYFI സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക. നല്ല മത്സരമായിരിക്കും, നല്ല കടുത്ത മത്സരമായിരിക്കും. അത് കിട്ടും. സർക്കാർ അവരോട് ചർച്ച ചെയ്ത് തീർക്കണം. ആരോഗ്യരംഗം അല്ലെങ്കിൽ തന്നെ പ്രശ്നത്തിലാണ്. ഈ ഡോക്ടർമാരുടെ സമരവും കൂടി ആകുമ്പോൾ താങ്ങാൻ പറ്റാതാവും. ആലുവയിലെ കുരുക്ക് മാറ്റാൻ ഗവൺമെന്റ് വരുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നത് ഉറപ്പായിട്ട് UDF ഗവൺമെന്റ് വരുമ്പോൾ തീരുമാനം എടുക്കും. ആരോട് അഭിപ്രായം പറഞ്ഞു? പ്രതിപക്ഷം ബാർ ഉടമകൾ വന്ന് പറയുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത്. അതാണ് എൻ്റെ ചോദ്യം. മന്ത്രി രാജേഷ് എക്സൈസ് മന്ത്രിയാ, അദ്ദേഹം പ്രതിപക്ഷത്ത് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ബാർ ഉടമകൾ പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായമാണ് എങ്ങനെ? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ.